എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെൻറ്റ് ജൂൺ 25 അവസാനിക്കും. ജൂൺ 25 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ, അതായത് അതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതായത് ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു തവണ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ കൂട്ടിച്ചേർക്കാനോ ഈ ഒരു ഘട്ടത്തിൽ സാധിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ട സീറ്റിൽ പ്രവേശനം നേടാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്യുകയും അതിനുശേഷം കമ്മ്യൂണിറ്റി കോട്ട എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ആ ഒരു റിപ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് എത്ര രൂപയാണ് ഈ ഒരു മാൻഡേറ്ററി ഫീസ് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ മാൻഡേറ്ററി ഫീസ് വരുന്നത് SC ST OEC OBC കമ്മ്യൂണിറ്റീസ് എലിജിബിൾ ഫോർ എഡ്യൂക്കേഷൻ കൺസെഷൻ ആസ് ഈസ് ഗിവൺ ടു OEC വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് വരുന്നത് 135 രൂപയാണ് ഫീസായിട്ട് വരിക. മറ്റുള്ളവർക്ക് 540 രൂപയാണ് ഫീസായിട്ട് വരിക. ഇനി എങ്ങനെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു admission.uoc.ac.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സ്റ്റുഡൻറ്റ് ലോഗിൻ പേജിലേക്ക് പോവുക. അവിടെ നിങ്ങളുടെ ആ ഒരു ക്യാപ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് മാൻഡറ്ററി ഫീസ് അടക്കുകയും ചെയ്യാവുന്നതാണ്. മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷം വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ്റ് ലോഗിനിൽ മാൻഡറ്ററി ഫീ റിസീപ്റ്റ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം ആ ഒരു നിങ്ങൾക്ക് റിസീപ്റ്റ് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുള്ളൂ. അതുപോലെ ഇപ്പോൾ നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഉറപ്പായി എന്നുള്ള കാര്യം കൂടി കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ചലാൻ റിസീപ്റ്റ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ മാൻഡറ്ററി ഫീ റിസീപ്റ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ മാൻഡറ്ററി ഫീസ് റിസീപ്റ്റ് കിട്ടും. അപ്പോൾ ആ റിസീപ്റ്റ് കിട്ടിയവരെ മാത്രമാണ് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ കൺസിഡർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ മാൻഡറ്ററി ഫീസ് അടക്കുന്നതിനുള്ള ലിങ്ക് 25 അതായത് ജൂൺ 25 വൈകുന്നേരം 5 മണി വരെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിനുള്ളിലായിട്ട് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പേയ്മെൻറ്റ് അപ്ഡേഷന് പരാജയ സാധ്യത കൂടുതലായതിനാൽ, അത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് ഫെയിൽഡ് ആവുന്നതിനാൽ UPI പേയ്മെൻറ്റുകൾക്ക് പകരം നെറ്റ് ബാങ്കിങ് സംവിധാനം പരമാവധി ഉപയോഗിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ മാൻഡറ്ററി ഫീസ് അടക്കാത്തവരെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കുകയും ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കേണ്ടതില്ലെങ്കിൽ 21 മുതൽ 24 വരെ, അപ്പോൾ 21 മുതൽ ഈ ഒരു 24 വൈകുന്നേരം 5 മണി വരെയുള്ള എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഓപ്ഷനുകൾ നിർബന്ധമായിട്ടും റദ്ദ് ചെയ്യേണ്ടതാണ്. ആ നിലവിൽ ഓപ്ഷൻ ലഭിച്ചതിൽ തൃപ്തരാണെങ്കിൽ. അതുപോലെ ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ഇത് നിർബന്ധമായിട്ടും സ്വീകരിക്കണം. അതുപോലെ തന്നെ ഇതോടെ മുമ്പ് ലഭിച്ചിരുന്ന ആ ഒരു അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും അത് യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതും അല്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹയർ ഓപ്ഷനുകൾ ഭാഗികമായോ പൂർണ്ണമായിട്ടോ റദ്ദ് ചെയ്യാം. അതായത് നിങ്ങൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് കരുതുക. നിങ്ങൾക്കിത് 4ാമത്തേതും വേണ്ട 3ാമത്തേതും വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് റദ്ദ് ചെയ്യാം. അതുപോലെ കോളേജ് കോഴ്സ് പുനഃക്രമീകരിക്കാനോ, അതായത് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഓപ്ഷൻസ് നൽകാനോ ഈ ഒരു അവസരത്തിൽ സാധിക്കില്ല. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും പുതിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായുള്ള നിർദ്ദേശം 2ാം അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതുള്ളൂ. എയ്ഡഡ് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് എയ്ഡഡ് പ്രോഗ്രാമുകളുടെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള ഓൺലൈൻ റിപ്പോർട്ടിംഗ് സൗകര്യം 21 മുതൽ 24 വൈകുന്നേരം
5 മണി വരെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ ലഭ്യമാണ്. സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്ത ശേഷം അത് നിങ്ങളുടെ ആ ഒരു ക്യാപ് ഐ ഡിയും അതുപോലെ സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്ത ശേഷം കമ്മ്യൂണിറ്റി കോട്ട എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് റിപ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇപ്രകാരം റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥികളെ മാത്രമാണ് ഈ ഒരു എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് പ്രോഗ്രാമുകളിലെ കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുകയുള്ളൂ. കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്രകാരം ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 25-ാം തീയതി വരെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യാം. ഹയർ ഓപ്ഷനിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത ഓപ്ഷൻ മാത്രം വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ 4-ാമത്തെയും 3-ാമത്തെയും ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. അതുപോലെ ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് റിമൂവ് ചെയ്യാം. നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു റെസിപ്റ്റ് നിങ്ങളുടെ ആ ഒരു പേജിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വല്ല പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു 25-ാം തീയതിക്കുള്ളിൽ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പുതിയ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തു വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.